അസ്സലാമലൈക്കും. അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വക ഓണാശംസകൾ. അപ്പോൾ നമുക്ക് ഇക്കൊല്ലം ഓണമൊന്നുമില്ല കേട്ടോ. എല്ലാ കൊല്ലവും ഓണമൊക്കെ ഉണ്ടായാലുണ്ട് ഞങ്ങളെ ആ ഓണത്തിൻ്റെ ആവുമ്പോഴല്ലോ നമ്മളെ പെരേക്കെത്തും. അപ്പോൾ അവിടെയൊക്കെ ചുറ്റുഭാഗം ഹിന്ദുക്കളാണ് കേട്ടോ. പിന്നെ അപ്പം ഹിന്ദുക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല ഒരു ഒത്തൊരുമയിലാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞു പോണത്. അപ്പോൾ ഇപ്രാവശ്യം പോകായിട്ട് വല്ലാത്തൊരു പൊറുതിയേടുണ്ട്. എന്താപ്പോൾ കാട്ടണത്, ഈ കൊല്ലം ഇങ്ങനെ ഈ കാര്യം നമുക്ക് യോഗം. അപ്പോൾ എല്ലാ കൊല്ലം ഓണം വരുമ്പോൾ മദ്രസിന് ലീവ് ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം മദ്രസിന് ലീവ് എന്തോന്നാണ് നമുക്കറിയില്ല. പക്ഷേ റബീഉൽ ഓണം ഒപ്പാണ് കേട്ടോ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സനുവിനൊക്കെ പരിപാടി ഉണ്ട്. അപ്പോൾ പിന്നെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു പൊറുതിയുണ്ടേനി. എല്ലാ കൊല്ലവും നമ്മൾ ഓരോടുന്നൊക്കെ ഓണസദ്യ കൊണ്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാവരും പാടെ കൂടി ഒപ്പം ഇരുന്ന് ചോറൊക്കെ തിന്നുമ്പോൾ സദ്യ ഉണ്ണുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പം ജാതി ഇപ്പോൾ ഏതായാലും മനുഷ്യത്തുണ്ടായാൽ മതി എന്ന് പറയില്ലേ, അതേമാതിരി ഒരുമ ഉണ്ടാകുക. അപ്പോൾ അതേ പറഞ്ഞ മാതിരി നല്ല ഒരുമയിലാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പോകാതെയും ഇതൊക്കെ ആയത്. പക്ഷേങ്കിൽ ഓണം ആയാണ്ടല്ലോ, ഉത്രാടം മുതൽ 3-ാം ഓണം വരെ നമുക്ക് ചോറ് ഓലോടെ ഇക്കാരം. കല്യാണം കജ്ജണീൻ്റെ മുന്നത്തെ കാര്യം കേട്ടോ ഞാനീ പറയുന്നത്. അയലോകത്തെ പെരിയിലേക്കാരം. പിന്നെ ഒരു തുടിയിൽ ഉത്രാടത്തിൻ്റെ അന്നാണെങ്കിൽ ഒരു തുടിയിൽ തിരുവോണത്തിൻ്റെ അന്ന് ഇക്കാരം. അങ്ങനെ ഇക്കാരം. പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് മറ്റേ പെരിയിലാകുമ്പോൾ നമ്മൾ മറ്റേ പെരയ്ക്ക് പോകില്ല കേട്ടോ. പിന്നെ ഒരു വൈകുന്നേരം ചെല്ലാൻ പറയും. അങ്ങനെയാണ് ഞങ്ങൾ കജ്ജൽ. പിന്നെ നമുക്ക് ഇപ്പാൻ്റെ ചങ്ങായിമാരോടെയും ഒക്കെ ഉണ്ടാവും ഓണം കേട്ടോ. പക്ഷേങ്കിൽ എല്ലായിടത്തു നിന്നൊന്നും പിന്നെ നമ്മൾ ചോറൊന്നും തിന്നൂല കേട്ടോ. ഒരു പായസം കുടിച്ചേ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരുപാട് ഓണം കിട്ടലുണ്ട് കേട്ടോ നമ്മളെ പെരയിൽ ചെന്നാൽ. ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഒക്കെ മുസ്ലിങ്ങളാണ് കേട്ടോ. നമ്മളെ ചുറ്റുഭാഗം മുസ്ലിങ്ങളാണ്. അവിടെ ഒക്കെ ഹിന്ദുക്കളാണ് കേട്ടോ. പിന്നെ ഹിന്ദുക്കളാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ പിന്നെയും പറയണത് ഞങ്ങൾ ഒത്തൊരുമയിലാണ് കജ്ജണത്. ഓരോ ഓണമൊക്കെ ഉണ്ടെച്ചെങ്കിൽ നമ്മളെ വിളിച്ചും, അതേമാതിരി നമുക്ക് പെരുന്നാളുണ്ടാകുമ്പം ഓല വിളിച്ചും, അതേമാതിരി നോമ്പിനൊക്കെ നമ്മൾ പത്തിരിയും ചാറും ഒക്കെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വല്ലാത്തൊരു പൊറുതിയേടും സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ കൊല്ലം കൂടുമ്പോൾ ഒരു കൊല്ലം കൂടാതെ കുമ്പോൾ വല്ലാത്തൊരു പൊറുതിയേട് തന്നെയല്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടമായി പോയി. പിന്നെ ഇന്നിപ്പോൾ ഇന്നലെ നമ്മൾ ഫോൺ വിളിച്ചപ്പോൾ നമ്മൾ അനുസരിച്ചും കുട്ടികളൊക്കെ അവിടെ എത്തിക്കും കേട്ടോ. ഓലിക്ക് എല്ലാ കൊല്ലവും ഭാഗ്യം ഉണ്ടാവും. ഞാൻ പിന്നെ ഓക്ക് ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഏതായാലും നല്ല തൊള്ളക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് ഏതായാലും എല്ലാ കൊല്ലമാകുമ്പോഴും ഓക്ക് ആ നേരായ മദ്രസിന് ലീവ് ഉണ്ടാവും. ഓല ഉസ്താന്മാർ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അതേമാതിരി തന്നെ ലീവ് ഇട്ടിക്കണ്. ഓള് പെരയിലെത്തിക്കണ്. ഓക്ക് ഇപ്പം ഇന്നലെ ഓണൊക്കെ ഉണ്ടായിനി കേട്ടോ അയലോക്കത്ത്. അതൊക്കെ വന്ന് പറഞ്ഞ് ചോറ് തിന്നു, സാമ്പാറുണ്ടേനി, കുറേ കൂട്ടാനുണ്ടേനി, പായസം ഉണ്ടേനി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇജിഞ്ഞ തണുപ്പിച്ചണ്ടെന്നൊക്കെ പറഞ്ഞ്. ഏതായാലും എല്ലാ കൊല്ലവും ഇപ്പോൾ ഒരുപോലെ ആയിക്കോണമെന്നില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പോട്ടെ. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ പോട്ടല്ലേ. എല്ലാ കൊല്ലവും ഇപ്പോൾ ഒരുപോലെ ആയിക്കോണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഇനിയിപ്പം നമ്മളോടെ ഇല്ല ചോറും കൂട്ടാനൊക്കെ വെച്ചിട്ട് നമുക്ക് സദ്യയാണ് കരുതല്ല. അപ്പം എന്താപ്പോൾ കാട്ടണത്. പിന്നെ ഇപ്പോൾ നമ്മൾ എത്ര കുറേ കൂട്ടാനുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഇവിടുത്തെ മക്കൾക്ക് വേണ്ടി വരില്ല. പിന്നെ ഒരു സ്കൂളിൽ നിന്നൊക്കെ സദ്യ ഉണ്ടായിനിയല്ലോ, അതൊക്കെ പോയി തിന്നണമല്ലോ. അപ്പോൾ പിന്നെ നമ്മളിനി സദ്യയായിട്ടൊന്നും ഉണ്ടാക്കണില്ല. നമുക്ക് നമ്മളെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഇന്ന് വെള്ളരിക്കാണ്ട് ചാറാണ് വെക്കണത്. ആ വെള്ളരിക്ക ചാറ് ഇന്ന് സാമ്പാറാണ് എന്നൊക്കെ കരുതിക്കാണ്ട് അങ്ങനെ തിന്നല്ല. അപ്പോൾ എന്താ കാട്ടണത്. പിന്നെ ഇപ്പം നമ്മൾ എത്ര സാമ്പാർ ഉണ്ടാക്കിയാലും ആ വേരൊക്കെ നമ്മളിപ്പോൾ ഇടക്കിടക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. പക്ഷേങ്കിൽ എങ്ങനെയായാലും ഓലുണ്ടാക്കണ ആ രസം നമുക്ക് കിട്ടൂല. ആ വായൻ്റെ ഇലയിൽ കൂട്ടി ഇങ്ങനെ തിന്നണേ ആ ഒരു രസം, അതൊരു പ്രത്യേക രസമാണ് അല്ലേ. ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നറിയില്ല. ഏതായാലും ഓണം ഇല്ലോലും പിന്നെ ഓണത്തിന് വിളിച്ചോലൊക്കെ നല്ല അടിച്ച് പൊളിച്ച് ഓണമൊക്കെ ആഘോഷിച്ച. അപ്പോൾ നമ്മൾ ഓണപ്രാവശ്യം ഇങ്ങനെയായിട്ടോ. അപ്പോൾ പറച്ചിലിൻ്റെ ഇടയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറയാൻ മറന്ന് ചായക്കൊന്നും കടി ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടന്ന്. അപ്പോൾ കടി ഇപ്പം ഇന്ന് പൊറാട്ടയാണ് നമ്മൾ കൊടുന്നത്. പിന്നെ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെയാണ് വീഡിയോ എടുക്കൽ. ഇന്ന് വീഡിയോ എടുത്തുകാണ്ട് പിന്നെ അത് ഒക്കെ ശരിയാക്കി വോയിസ് ഓവറൊക്കെ കൊടുത്ത് പബ്ലിക് ആക്കുമ്പോഴത്തേന് നേരം കുറയാവും. അപ്പം
ഇന്നലത്തെ വീഡിയോ ഇന്നിടും, ഇന്നത്തെ വീഡിയോ നാളെ ഇടും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറ്റിനൊക്കെ വെള്ളമൊക്കെ വെച്ചിനി. അപ്പം ആ കയ്യിൽ കജ്ജിലുണ്ടായതുകൊണ്ട് തന്നെ അരിയൊക്കെ കുറേ പുറത്ത് പോയിട്ടോ. പിന്നെ അതൊക്കെ ഞാൻ വീതനമെന്നൊക്കെ എടുത്ത് പിന്നെ അയക്കന്നെ ഞാൻ ഇട്ടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചാറ് വെക്കണത് പിന്നെ വെള്ളരിക്കയാണ്. അപ്പോൾ ഈ ഒരു തേങ്ങ പൊട്ടിച്ചണം, തേങ്ങ അരച്ച് കണ്ടാണ് ചാറ് വെക്കണത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ചായയൊക്കെ കുടിച്ച് ഓരൊക്കെ മദ്രസ പോയിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വെള്ളം ഞാനൊരു തുള്ളി കുടിച്ചിങ്ങനെ ബാക്കിയോടെ വെച്ചിക്കണം കേട്ടോ. പിന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞങ്ങനെ തേങ്ങ പൊട്ടിച്ചുമ്പോൾ വെള്ളം എടുത്ത് കണ്ടിട്ടമ്മാന്ന്. അപ്പോൾ ഞാൻ ചാറ്റിക്കല്ല തേങ്ങ ഒന്ന് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തോനെ ചിരണ്ടി എടുക്കുന്നുണ്ട്. കുറച്ച് സമ്മന്തി അരക്കാം, കുട്ടികൾക്ക് കഞ്ഞിയൊക്കെ കൊടുക്കുമ്പോൾ സമ്മന്തി കൊടുക്കരുത്. പിന്നെ ഞാൻ ചാറ്റിക്ക് തേങ്ങ അരച്ചപ്പോൾ ഒരു തുള്ളിയല്ല 2 ജീരുള്ളിൻ്റെ പോണി ഇട്ടിക്കണം കേട്ടോ. അപ്പം ഇന്ന് വെള്ളക്കറി ആക്കിക്കൊണ്ടാണ് നമ്മൾ വെള്ളരിക്ക ചാറ് വെക്കണം കേട്ടോ. ബാക്കി തേങ്ങ നമ്മളവിടെ വെച്ചിക്കണേ, അത് സമ്മന്തി അരക്കാനാണ്. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചു കൂട്ടോ. അപ്പോൾ ചാറ്റിക്ക് പച്ചമുളക് ഇടാൻ കിട്ടിയിട്ടില്ല കേട്ടോ, അതാണ് ഇപ്പോൾ നമ്മൾ കാത്തിക്കണത്. പിന്നെ ചോറ്റിനിട്ട അരിയൊക്കെ ഉണ്ടല്ലോ, ഒന്നുകൂടി വന്ന് ഇളക്കി നോക്കിക്കണേ. അപ്പോൾ തിരിച്ചൊക്കെ ഒന്ന് കെട്ടിക്കണേ, അതൊക്കെ ഒന്ന് നമ്മളൊന്ന് കത്തിച്ച് കൊടുത്തിക്കണേ. പിന്നെ പച്ചമുളക് കൊടുന്നിട്ട് വേണം ചാറ് വെക്കാൻ. അപ്പോൾ പിന്നെ പച്ചമുളകൊക്കെ കൊടുന്നു കേട്ടോ. പിന്നെ ഇനി നമുക്ക് ചാറ്റിക്ക് മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് കാണുന്ന മാതിരി വലിപ്പം തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷേങ്കിൽ എരിവെന്ന് പറഞ്ഞ സാധനമല്ല, കുറേ ഇട്ടിട്ടും ഒരു 3-4 മുളകൊക്കെ ഞാൻ ഇട്ടിക്കണം. പക്ഷേങ്കിൽ എരിവ് തന്നെയല്ല. പക്ഷേ ഇങ്ങനത്തെ ചാറൊക്കെ ആകുമ്പോണ്ടല്ലോ കുറച്ച് എരിവുണ്ടാവണം, എന്നെങ്കിലേ ഒരു ചൊടി ഉണ്ടാവുള്ളൂ ചാറ്റിന് കേട്ടോ, അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ പച്ചമുളക് നല്ല വലിപ്പവും നല്ല കളറൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ എരിവെന്ന് പറഞ്ഞ സാധനമല്ല. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും കുറച്ചൊക്കെ മുളകൊക്കെ അരിഞ്ഞിട്ടു. പിന്നെ തേങ്ങ ഞാൻ മുന്നിൽ തന്നെ അരച്ച് വെച്ചിക്കണം കേട്ടോ, പണി ഒരുക്കിയതാണ് പെട്ടെന്ന്. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മളെ കുക്കറൊന്നും മൂടി വെച്ചിട്ട് നമുക്ക് കൂക്കിച്ചെടുക്കാം. അങ്ങനെ ചാറ് അടുപ്പത്ത് വെച്ചു. ഞാൻ ചാടിച്ചാൻ വേണ്ടി പോകാണ് കേട്ടോ. നമ്മളിതാക്കണം 2 പൊറാട്ടയൊക്കെ എടുത്തുക്കണം. പിന്നെ ഇങ്ങനെ ഒരു കണ്ടങ്ങനെ പിച്ചി തിന്നിക്കണം കേട്ടോ. ചാറ് പാരാതെ ഒന്ന് തിന്ന് നോക്കിയതാണ്. അങ്ങനെ പറഞ്ഞ രസമാണ് കേട്ടോ. അങ്ങനെ ചാറ് പാരാതെ തിന്ന രസമാണ്. പിന്നെ ഞാൻ ചാറൊക്കെ പാർന്ന് ചായയും ഒക്കെ ചൂടാക്കി പിന്നെ നമ്മൾ ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ചു. പിന്നെ അടുപ്പത്ത് പിന്നെ പണിയൊന്നുമില്ല കേട്ടോ. ഇന്ന് ഉപ്പേരിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്ന് ഉപ്പേരിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇനി ഉപ്പേരിയൊന്നും വേണ്ട വിചാരിച്ചു. പിന്നെ ഞാൻ അടുപ്പും വീതനയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോഴത്തേന് നമ്മൾ വെള്ളരിക്കൊക്കെ വെന്തിക്കണേ, അതൊക്കെ ഒന്ന് കുത്തിയടച്ചു. പിന്നെ ഞാൻ നമ്മളെ തേങ്ങ ഉണ്ടല്ലോ അരച്ചതും പാർന്നു. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് ചാറൊന്ന് കടർക്കട്ടോ. അപ്പോൾ ഒന്ന് ചാറൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് അത് മാങ്ങി വെക്കാം. പിന്നെ ഞാൻ ചാറ് കടർക്കാറില്ല ചട്ടി തീം വെച്ചിക്കണം കേട്ടോ. ഇനി ചട്ടി ചൂടാകട്ടെ, നമുക്കതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ആർന്ന് കൊടുക്കാം. അങ്ങനെ തുള്ളി വെളിച്ചെണ്ണ പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് കടുകും കരിയേപ്പും ഒക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒരു എണ്ണൻ്റെ കുറച്ച് കുറവില്ല മാതിരി തോന്നി. അപ്പം ഞാൻ എണ്ണ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. വീഡിയോ ഓഫ് ആയിക്കണേന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഫോണും കൊണ്ട് നടന്നത്. അതാണ് ഈ ഫോണിങ്ങനെ വട്ടപ്പാലം ചുറ്റണത് ഫോണും കൊണ്ടിങ്ങനെ നടന്നിട്ടാണ് ആ വട്ടപ്പാലം ചുറ്റി കൊണ്ടിങ്ങനെ നടക്കുന്നത്. ഞാൻ ഫോണ് ഓഫാക്കി കേട്ടാണ് വിചാരിച്ചേക്കാണ്ട്. പിന്നെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എത്തപ്പത് മണ്ടി കളിച്ചിട്ടുണ്ടെന്നൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് തോന്നണ്ട കേട്ടോ. പിന്നെ ഞാൻ ആ കടർത്തേക്ക് 2 മുളകും കൂടി ചീന്തിയിട്ടിക്കണം കേട്ടോ. ചാറ് എരിവില്ലാന്ന് തോന്നിയപ്പം ഇപ്പം ചാറ് എരുമാണ് തന്നെയാളെ, എന്നെങ്കിലേ ചാറൊക്കെ കൂട്ടിക്കണമെന്ന് തോന്നുള്ളൂ. പിന്നെ നമ്മളെ കടുകും കരിയപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിക്കണേ. ഇനി നമുക്ക് നമ്മളെ ചാറ് അയക്കണം പാർന്ന് കൊടുക്കാം. അപ്പോൾ ഇതാക്കണേ, അതങ്ങനെ പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ചാറ് സെറ്റായി. ഇനിയിപ്പോൾ എന്താ ഉപ്പേരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വേഗം പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അല്ലെങ്കിലും നേരം വെളുക്കുമ്പോൾ ചോറും കൂട്ടാനും ആയി കഴിഞ്ഞാൽ പിന്നെ അടിച്ചലും തുടക്കലും കഴിഞ്ഞാൽ 11:30 ആകുമ്പോഴത്തേന് നമ്മളെ പണിയൊക്കെ കഴിയും. പിന്നെ ഞാൻ സമ്മന്തി അരക്കാനുള്ള തേങ്ങ സമ്മന്തി അരക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. കരിയേപ്പും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കരിയേപ്പും മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ടുള്ള സമ്മന്തിയാണ്. അപ്പോൾ ഇത് മക്കളൊക്കെ കഞ്ഞി കുടിച്ചുമ്പോൾ കൊടുക്കാനും വേണ്ടി അരച്ചാണ് കേട്ടോ.
അപ്പം അങ്ങനെ കുറച്ച് സുർക്കിമ്പാടെ ഉറ്റിച്ചിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് കേക്കി പറന്നിക്കണം കേട്ടോ. അപ്പോൾ ഇത് ചോറ്റക്കാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും കഞ്ഞിക്കാണെങ്കിലും ഒക്കെ നല്ല രസമാണ് ഈ സമ്മന്തി. പിന്നെ നമ്മളെ ചോറൊക്കെ വെന്ത് വാർത്ത് വെച്ച് വാങ്ങി വെച്ചു. നമ്മളെ ജിനുവിന് ചോറ് കടയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് ചോറാക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിച്ചിരുന്നപ്പോൾ തിരുവോണമായിട്ടും ഇതുണ്ടോ കട ഉണ്ടോയെന്ന് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ കട ഉണ്ടായിന്. പിന്നെ ഓന് ചോറാക്കി, പിന്നെ നമ്മളെ വെള്ളരിക്ക ചാറും ആക്കി, പിന്നെ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന് കൊടുത്തേക്കാൻ. പിന്നെ ഓനിക്ക് പറ്റണ ഉപ്പേരിയാണെങ്കിൽ ഇടാൻ പറയുള്ളൂ കേട്ടോ, പറ്റാതാണെങ്കിൽ വേണ്ടാന്നും പറയും. അപ്പോൾ പിന്നെ ചാറ് വാർന്നു. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തലേന്ന് പൊരിച്ച ബാക്കി മീനുണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് ആണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4-5 മീൻ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഈ മാന്തളം എന്താണെന്നറിയോ, എത്ര എണ്ണം തിന്നാലും തിന്നിക്കണമെന്നാണ് തോന്നൂല. അങ്ങനെയാണ് ഈ മീനിൻ്റെ കുഴപ്പം. നമ്മളെ മത്തിയോ അതേമാതിരി അയിലേ ഒക്കെ ആണെങ്കിലും ഒരു കണ്ടാണെങ്കിലും നമ്മൾ ചോറ് വെച്ചുമ്പോൾ മീൻ കൂട്ടിക്കണമെന്നാണ് തോന്നും. പിന്നെ ഒരു തുള്ളി ചമ്മന്തിയും കൂടി ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ അതിക്ക്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി മാന്തൾ പൊരിച്ചാലൊക്കെ നല്ല രസമാണ്, പക്ഷേങ്കിൽ തിന്നിക്കണമെന്ന് തന്നെ തോന്നില്ല. അല്ലാത്ത വേറെ ഏതെങ്കിലും മീനൊക്കെ ആണെങ്കിലും ഒരു പൊട്ടാണെങ്കിലും ആ മീനും കൂട്ടി ചോറ് നിൽക്കണമെന്നാണ് തോന്നുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓൻ്റെ ചോറൊക്കെ ബാഗിലാക്കിയിട്ട് ഓനെ പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ നമ്മൾ അടിച്ചതും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താട്ടി കുറച്ചുകൂടി മീൻ ഉണ്ടായിനി കേട്ടോ, ബാക്കി ഉണ്ടായിനി. ആ മീനാണ് പൊരിച്ചെടുക്കാമെന്ന് കരുതി. അപ്പം നേരെ മീൻ പൊരിച്ചതിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ഊറ്റിയത് അതിക്ക് പാർന്നിക്കണ്. ഇനി അതിലാണ് കേട്ടോ മീൻ പൊരിച്ചത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ചോന്ത കളർ കേട്ടോ. അപ്പം അങ്ങനെ ബാക്കിയുള്ള മീനുകളും ഒക്കെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളേക്കൊക്കെ എറിഞ്ഞെടുത്തേക്കാനൊന്നും മീനില്ല കേട്ടോ, ഇതന്നെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ലാസ്റ്റാണ്. അപ്പോൾ ഇതാണ് പൊരിച്ചെടുക്കാം. അപ്പം ഞാൻ അങ്ങനെ മീനൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നേരത്തെ പറഞ്ഞ മാതിരി മീനൊക്കെ തിന്നാൻ രസമാണ്, പിന്നെ പൊരിച്ചെടുക്കാനും കുറേ ഓയിലും വേണം, അതാപ്പം ഉള്ളത്. ഇതും അതേമാതിരി ബത്തൽ അതൊക്കെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഓയിൽ കുടിച്ചു. പിന്നെ നമ്മൾ ബാക്കിയുള്ള മീനും അതേമാതിരി പൊരിച്ചു. പിന്നെ ആദ്യം പൊരിച്ച മീനും ഒക്കെ ഞാൻ ചട്ടിക്ക് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ കണ്ടില്ലേ നമ്മളെ പൂക്കളൊക്കെ പുതിയ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഓണത്തിന് കൂടാത്തതിന് വല്ലാത്തൊരു സങ്കടം പൊറുതിയോടൊക്കെ ഉണ്ട് മനസ്സിക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ കൊല്ലം ഒരുപോലെ ആവില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഇനി നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.